കേരളത്തിലെ PSC ആസ്പിരൻസിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ PSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷങ്ങളായി? 2 വർഷം, 3 വർഷം, ചിലപ്പോൾ 5 വർഷം. എന്നിട്ടും നിങ്ങൾക്ക് ഒരു ജോലി പോലും കിട്ടാതിരുന്നിട്ടുണ്ടോ? ഇവിടെ ജോലി കിട്ടാതിരിക്കുക എന്നതിനേക്കാളും വലിയ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഫെയിൽ ചെയ്യുന്നില്ല, പക്ഷേ മെല്ലെ മെല്ലെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി കളയാണ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം. കേരളത്തിലെ പല PSC ആസ്പിരൻസും അറിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ട്രാപ്പ്, ദ വേസ്റ്റഡ് ഇയേഴ്സ് ട്രാപ്പ്. ഈ ഒരു വീഡിയോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല, പക്ഷെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. കാരണം ഈ ട്രാപ്പിൽ ഇന്ന് ആയിരക്കണക്കിന് ആസ്പിരൻസ് ആണ് കുടുങ്ങിക്കിടക്കുന്നത്. കേരളത്തിലെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ മിക്ക ആളുകളുടെയും ഉത്തരം ഒന്നായിരിക്കും, PSC. കോളേജ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ ചോദിക്കും, ഇനി എന്താണ് അടുത്ത പ്ലാൻ? എല്ലാവരും പറയും PSCക്ക് പഠിക്കും. ഫ്രണ്ട്സ് എന്ത് പറയുന്നു? PSCക്ക് പഠിക്കാം. നെയ്ബേഴ്സ് എന്താ പറയുന്നത്? PSC പഠിച്ചാൽ സർക്കാർ ജോലി കിട്ടും. കോച്ചിങ് സെന്ററിലും നിങ്ങൾ കേൾക്കുന്നത് ഇത് തന്നെയായിരിക്കും, PSC. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകും, ഗവൺമെന്റ് ജോബ് എന്ന് വെച്ചാൽ PSC ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. PSCയുടെ സിസ്റ്റം വളരെ സ്ലോ ആണ്. നോട്ടിഫിക്കേഷൻ വരാൻ സമയമെടുക്കും, എക്സാം നടക്കാൻ സമയമെടുക്കും, റാങ്ക് ലിസ്റ്റ് വരാൻ സമയമെടുക്കും, അവസാനം അപ്പോയിന്റ്മെന്റ് വരാൻ പിന്നെ സമയമെടുക്കും. അപ്പോഴേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ വർഷങ്ങൾ മെല്ലെ മെല്ലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വർഷം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ഹോപ്പ് ഉണ്ടാകും, ഈ വർഷം എന്തായാലും കിട്ടും. രണ്ടാമത്തെ വർഷം വീണ്ടും, ഇനി അടുത്ത നോട്ടിഫിക്കേഷനിൽ എന്തായാലും കിട്ടും. ഇനി മൂന്നാമത്തെ വർഷം നിങ്ങൾ ചിന്തിക്കുന്നത്, ഇത്രയും നാൾ ഇത് പഠിച്ചിട്ട് ഇത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി പോലെന്നായിരിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ 2 വർഷം, 3 വർഷം, 5 വർഷം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഈ പറയുന്നത് വെറും തിയറി ഒന്നുമല്ല, റിയൽ ലൈഫിൽ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ആസ്പിരൻസ് ഒത്തിരി വർഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് അവസാനം അവർ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഇത്രയും വർഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ട്രാപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ഒരു ബിലീഫാണ്. കേരളത്തിലെ പല ആസ്പിരൻസും കരുതുന്നത് PSC മാത്രമാണ് സർക്കാർ ജോബിലേക്കുള്ള ഒരേ ഒരു വഴിയെന്നാണ്. പക്ഷെ അത് സത്യമല്ല. ഇന്ത്യയിൽ ഓരോ വർഷവും നടക്കുന്ന എക്സാംസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് SSCയുടെ കീഴിൽ വരുന്ന CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, റെയിൽവേ എക്സാംസിന്റെ കീഴിൽ വരുന്ന NTPC ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്. ആയിരക്കണക്കിന് വേക്കൻസീസ് വരുന്ന മറ്റ് അനേകം എക്സാമുകളുണ്ട്. പക്ഷെ കേരളത്തിലെ പല ആസ്പിരൻസും ഈ എക്സാംസ് ഒന്നും കൺസിഡർ പോലും ചെയ്യുന്നില്ല. അവർക്കറിയില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ഈ ട്രാപ്പ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതിക്കോ. ഒരു ആള് പേഴ്സൺ എയും അടുത്ത ആള് പേഴ്സൺ ബിയും. സോ പേഴ്സൺ എ എന്ന് പറയുന്നയാള് PSCയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, എന്നാൽ പേഴ്സൺ ബി PSC പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റ് എക്സാംസിനും അപ്ലൈ ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ എ ഇപ്പോഴും PSCയുടെ റാങ്ക് ലിസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ഇതേ 3 വർഷം കഴിഞ്ഞാൽ പേഴ്സൺ ബിക്ക് ഒരു പക്ഷേ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടാകാം. അതിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രിപ്പറേഷനിലുള്ള ഡിഫറൻസ് ആണോ? അല്ല, ഓപ്പർച്യൂണിറ്റി. പേഴ്സൺ ബി ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കി വെച്ചു, എന്നാൽ എ അത് ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് PSC പഠിക്കരുത് എന്നല്ല. PSC ഒരു നല്ല എക്സാം ആണ്. കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് നല്ല സർക്കാർ ജോലികൾ ലഭിച്ചിട്ടുമുണ്ട് PSCയിലൂടെ. പക്ഷെ പ്രോബ്ലം എന്താണ്? PSC മാത്രം ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള പല സബ്ജക്ട്സും, മാത്സും റീസണിങ്ങും GKയും ഇവയൊക്കെ മറ്റ് എക്സാംസിലും വരുന്നുണ്ട്. അതായത് ഒരു പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സാംസ് എഴുതാൻ പറ്റും. ഇതാണ് സ്മാർട്ട് സ്ട്രാറ്റജി. കേരളത്തിലെ ആസ്പിരൻസ് വളരെ ടാലന്റഡ് ആണ്. പക്ഷെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും, നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ വളരെ നാരോ ആയിട്ടാണ് കാണുന്നത്. PSC ഒരു നല്ല വാതിലാണ്, പക്ഷെ അത് ഒരേ ഒരു വാതിലല്ല. പുറത്ത് ഒരുപാട് നല്ല വാതിലുകൾ വേറെയുണ്ട്. നിങ്ങൾ PSC എക്സാം എഴുതിക്കോളൂ, പക്ഷെ അതിൻ്റെ ഒപ്പം മറ്റ് എക്സാംസ് കൂടി അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ചാൻസസ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ കണ്ട് നിങ്ങളും ഈ ഒരു ട്രാപ്പിൽ പെട്ട ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യരുത്, പക്ഷെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റും ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇയേഴ്സ് വളരെ വാല്യുബിൾ ആണ്. നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങൾ തന്നെ വേസ്റ്റ് ആക്കരുത്.
ഈ വീഡിയോ ഞാൻ ചെയ്തത് ആരെയും ഡിസ്കറേജ് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല. കാരണം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി വർഷങ്ങൾ ഇതിന്റെ പേരിൽ വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്തോളൂ, പക്ഷേ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. കാരണം സംടൈംസ് ഒരു ചെറിയ ചേഞ്ച് ഇൻ ഡിറക്ഷൻ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം. ഈ ചാനലിലൂടെ ഞാൻ നൽകുന്നത് വെറും കുറെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാറ്റത്തിന് ഈ ചാനൽ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇനിയും നമ്മൾ വീണ്ടും കാണും. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ജയിക്കാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.